സമീപകാലത്ത് രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് നിരക്കിലുള്ള ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കഴിഞ്ഞ ദിവസം 58 പൈസ ഇടിഞ്ഞ് റെക്കോർഡ് ഇടിവായ 86.62 എന്ന നിരക്കിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിദിന ഇടിവായിരുന്നു ഇത്. പിന്നീട് റെക്കോർഡ് ഇടിവിൽ നിന്നും കരകയറിയ രൂപയുടെ ഇന്നത്തെ ഡോളറുമായുള്ള വിനിമയ നിരക്ക് 86.46 രൂപയാണ്. രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഗൾഫ് കറൻസികളും മികച്ച രീതിയിൽ മുന്നേറ്റം തുടരുകയാണ്. ഇതോടെ പ്രവാസികൾ കടം വാങ്ങിയും മറ്റും നാട്ടിലേക്ക് കൂടുതലായി പണം അയക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് സർവകാല റെക്കോർഡിലേക്ക് എത്തുന്നതിനും കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചു. ഇന്ത്യൻ കറൻസിയുമായുള്ള ഒമാൻ റിയാലിന്റെ മൂല്യം 224 രൂപയിലേക്ക് അടുക്കുകയാണ്. 224.63 രൂപയാണ് ഇന്നത്തെ ഒമാൻ റിയാലിന്റെ മൂല്യമെങ്കിലും കഴിഞ്ഞ ദിവസം ഇത് 224.73 രൂപയിലേക്ക് എത്തിയിരുന്നു. ഒരു UAE ദിർഹത്തിന് 23.54 രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. ബഹ്റൈൻ റിയാൽ 229.42 രൂപയിലും കുവൈറ്റ് ദിനാർ 280.27 രൂപയിലും എത്തി. സൗദി റിയാൽ 23.04 രൂപ, ഖത്തർ റിയാൽ 23.75 രൂപ എന്നിങ്ങനെയുമാണ് വിനിമയ നിരക്ക്. രൂപയുടെ മൂല്യം കുറഞ്ഞതിന്റെ ആനുകൂല്യം പല പ്രവാസികൾക്കും വേണ്ടത്ര നേട്ടമാക്കാനും കഴിഞ്ഞില്ലെന്നതും ശ്രദ്ധേയമാണ്. മാസത്തിന്റെ തുടക്കത്തിൽ ശമ്പളം കിട്ടിയതിനു പിന്നാലെ മിക്ക പ്രവാസികളും നാട്ടിലേക്ക് അയച്ചിരുന്നു. ചിലർ കടം വാങ്ങിയും മറ്റും നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ടെങ്കിലും പണം സ്വരൂപിച്ചു വെച്ച മറ്റു ചിലരാകട്ടെ കൂടുതൽ മൂല്യം ലഭിക്കുന്നതിനായുള്ള കാത്തിരിപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ധനമിടപാട് സ്ഥാപനങ്ങളിൽ പ്രതീക്ഷിച്ച തിരക്ക് ഉണ്ടായില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടി നേരിട്ടേക്കാമെന്നാണ് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഒമാൻ റിയാലിന്റെ മൂല്യം അടുത്ത ദിവസം തന്നെ 225 രൂപയിലേക്ക് എത്തും. നാട്ടിലേക്ക് പണം അയക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ ഗുണകരമായിരിക്കുക. അമേരിക്കൻ ഡോളർ ശക്തിയാർജിക്കുന്നതും അസംസ്കൃത എണ്ണവിലയുടെ കുതിപ്പുമാണ് രൂപയ്ക്ക് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച തൊഴിൽ വളർച്ച ഉണ്ടായതോടെ ഡോളർ ശക്തിയാർജിക്കുകയായിരുന്നു. ഇതോടെ അമേരിക്കൻ കടപ്പത്ര വിപണിയിൽ നിന്നുള്ള വരുമാനം ഉയർന്നതും രൂപയ്ക്ക് തിരിച്ചടിയായി. ഇതോടൊപ്പം തന്നെയാണ് അസംസ്കൃത എണ്ണവില ഉയർന്നതും. ഇന്ത്യൻ റിഫൈനറിമാർ പ്രധാനമായും ആശ്രയിക്കുന്ന ബ്രൈറ്റ് ക്രൂഡിന്റെ വില ബാരലിന് $81 നീങ്ങുകയാണ്. നേരത്തെ $70 താഴേക്ക് വരെ വില എത്തിയിരുന്നു. വില വർദ്ധിച്ചതോടെ ഇറക്കുമതിക്കാർക്കിടയിൽ ഡോളർ ആവശ്യകത വർദ്ധിക്കാൻ ഇത് ഇടയാക്കി. ഉയർന്ന എണ്ണവില വ്യാപാര കമ്മി വർദ്ധിപ്പിക്കും. ഇതും രൂപയുടെ മൂല്യത്തെ ബാധിച്ചതായും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്.